ശരി, ചാലക്കുടി വന്നു. അവിടെ ബിജു ചിറയത്താണ് LDF സ്ഥാനാർത്ഥി. സിറ്റിംഗ് സീറ്റ്. അതെ, സനീഷ് അവിടെ MLA അദ്ദേഹം. ഒപ്പം തന്നെ NDA ചാർലി പോൾ. ഇത്തവണ ഇടതുപക്ഷം ഒരുപക്ഷെ തിരിച്ചു പിടിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഒരു ഇടം കൂടിയാണ്. ചേലക്കര വന്നിരിക്കുന്നു. ചേലക്കരയിലേക്ക് വരുമ്പോഴാണ് UR പ്രദീപാണ്, നമ്മുടെ K രാധാകൃഷ്ണന്റെ പഴയ മണ്ഡലം. പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെയും LDFനെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നേരെ ഗുരുവായൂർ NK അക്ബർ നിൽക്കുന്ന ഇടം. ഒപ്പം തന്നെ ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിലേക്ക് ഇത്തവണ വർഗീയ പരാമർശങ്ങൾ നടത്തി B ഗോപാലകൃഷ്ണൻ ഇറങ്ങിയ ഒരു സ്ഥലം കൂടിയാണ് അല്ലേ? അത് പ്രധാനപ്പെട്ടതാണ്. വളരെ ഹീനമായിരുന്നു, ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അതിനൊക്കെ ആ നാട്ടുകാർ വോട്ടിൽ അതിനോടൊക്കെയുള്ള എതിർപ്പ് പ്രതിഫലിപ്പിച്ചിട്ടുണ്ടാകും. തീർച്ചയായും. നേരെ നമ്മൾ പോകുന്നത് ഇരിങ്ങാലക്കുടയിലേക്കാണ്. LDFനെ സംബന്ധിച്ച് അവരുടെ സിറ്റിംഗ് സീറ്റാണ്. മന്ത്രി R ബിന്ദു നിൽക്കുന്ന ഇടം കൂടിയാണ്. തോമസ് ഉണ്ണിയാടൻ തന്നെയാണ് വീണ്ടും മത്സരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ 2 തോറ്റുപോയ ആൾ കൂടിയാണല്ലേ? വീണ്ടും മന്ത്രി എന്ന നിലയിൽ, MLA എന്ന നിലയിലും ആ മണ്ഡലത്തെ നോക്കിയതിന്റെയൊക്കെ കൂടി ഒരു എന്താ പറയുന്നത്, പ്ലസ് പോയിന്റ് അവിടെ ഉണ്ട്, ഒന്നും സംശയമില്ല. കയ്പമംഗലം വരുന്നു LDFന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അക്കൗണ്ടിൽ പെടുത്താവുന്ന മണ്ഡലം തന്നെയാണ്. മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത വളരെ പാലക്കാട് പോലെ തന്നെയാണ്. പാലക്കാട് ജില്ല പോലെ തന്നെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചും പല ജില്ല. കൊടുങ്ങല്ലൂർ VR സുനിൽകുമാർ. ഒപ്പം തന്നെ OJ ജനീഷ്. ഇത്തവണ ഞാൻ പോയ വഴിയാണ്. അവിടെ വയനാട് പ്രധാനപ്പെട്ട ചർച്ചയാണ്. കാരണം OJ ജനീഷ് അതെ ആ പൈസ എവിടെ പോയി എന്ന ചോദ്യം അവിടെ പലയിടങ്ങളിലും കേട്ടിരുന്നു. അതെ, അടുത്തത് കുന്നംകുളമാണ്. LDFന്റെ മറ്റൊരു സ്ട്രോങ് സീറ്റാണ്. ആശങ്കകളൊന്നുമില്ല. അവിടെ നമ്മുടെ AC മൊയ്തീൻ അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. CP ജോണാണ് അവിടെ പരാജയം. അതെ, CP ജോണാണ് ഇവിടെ സെൻട്രലിലേക്ക് വന്നിരിക്കുന്നത്. മണലൂർ വരുന്നു. നമ്മുടെ രവീന്ദ്രനാഥ് മാഷ് ഇത്തവണ വന്നിരിക്കുന്ന ഇടം കൂടെ. TN പ്രതാപൻ മണലൂരിൽ മത്സരിക്കാൻ വന്നപ്പോൾ ആ മണ്ഡലത്തിലേക്ക് നിലനിർത്താൻ വേണ്ടി അത് ശക്തമായി പോരാട്ടം നടക്കുന്ന ഇടം കൂടിയാണ്. മാഷിന് പ്രത്യേകമായ ഒരു സ്നേഹമുള്ള 1ാം പിണറായി സർക്കാരിലെ മികവുറ്റ മന്ത്രിമാരുടെ പട്ടികയിലെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ പുതിയ കാലത്തിന് തുടക്കമിട്ടു. മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാടിനെ പ്രായോഗികവൽക്കരിച്ച വിദ്യാഭ്യാസ മന്ത്രി. നാട്ടിക പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ CC മുകുന്ദൻ നോക്കൂ. CC മുകുന്ദൻ കഴിഞ്ഞ തവണത്തെ CPയുടെ സ്ഥാനാർത്ഥി അവസാനം കൈപ്പത്തി മത്സരിക്കാൻ നോക്കി, അവരോടിച്ചു വിട്ടു. അവസാനം BJP ചേർന്നു. രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഞാൻ പോയപ്പോൾ ഒരു പോസ്റ്റർ അവർ മാറ്റാൻ മറന്നു പോയിരുന്നു. അതായത് ഈ CC മുകുന്ദൻ മോശം MLA എന്ന് പറഞ്ഞുകൊണ്ട് BJP ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ട്. അത് മാറ്റിയിട്ടില്ല ഇത്തവണ. ഞാനവിടെ അവരുടെ വളരെ പ്രധാനപ്പെട്ട രീതി അതായിരുന്നു. ഈ MLA മടുത്തു. CC മുകുന്ദനെ അങ്ങോട്ട് എടുക്കുമ്പോൾ മുകുന്ദൻ അവിടുത്തെ MLA ആയിരുന്നു എന്നുള്ളത്. ഒല്ലൂർ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒല്ലൂരിൽ വയനാട് വളരെ ചർച്ചയാണ്. മന്ത്രി K രാജന്റെ ഇടപെടലുകൾ, ആ ഒരു സ്നേഹം, അവസാനം സനീഷയൊക്കെ വന്ന അമ്മയും വന്ന് ഒരു അതൊക്കെ പറഞ്ഞ് വളരെ ചർച്ചയായ ഇടം കൂടിയാണ്. അതിൽ രാജനെ ആക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം ഏറ്റവും അധികം പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചത് കൈരളി ന്യൂസ്. അതെ, തീർച്ചയായും. അല്ല, ഞാനൊന്ന് വായിച്ചു, ഒരു സോഷ്യൽ മീഡിയ കണ്ട ഒരു മാറ്ററാണ്. എല്ലാ കാലത്തും ഒല്ലൂരിൽ ജയിക്കുന്നയാൾ ആ MLA ഭരണപക്ഷത്തെ നിർണ്ണയിക്കുന്ന ഭരണപക്ഷത്തോടൊപ്പമായിരിക്കും എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല മധ്യത്തിലുള്ള മണ്ഡലം കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ തവണയായാലും അദ്ദേഹം ജയിച്ചു LDFന്റെ ഭരണമായിരുന്നു. ഒല്ലൂരിൽ രാജനെ തോൽപ്പിക്കാൻ കഴിയുമെന്നാണ് ആ കുറിപ്പിന്റെ അവസാനത്തെ. ഇല്ല, സാധ്യതയില്ല എന്ന് തന്നെയാണ് മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ചത്. അത് കേരളത്തിലാകെയുള്ള ഒരു LDFന്റെ വിജയ സാധ്യതയിലേക്ക് ക്ലബ് ചെയ്ത് വന്നൊരു മാറ്റർ. വളരെ വേഗത്തിൽ പുതുക്കാട് KK രാമചന്ദ്രൻ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. പുതുക്കാട് അതെ LDF അനായാസം കടന്നു വരും, സംശയം വേണ്ട. തൃശ്ശൂർ വളരെ പ്രധാനപ്പെട്ട ഇടമാണ്. നമ്മുടെ ബാലചന്ദ്രൻ അദ്ദേഹം മാറിയിട്ട് പകരം ലീലാകൃഷ്ണനും രാജൻ പല്ലനും മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാലും വളരെ പ്രധാനപ്പെട്ട പോരാട്ടം. തൃശ്ശൂർ ജില്ലയിൽ ആ നിലയിൽ വളരെ വലിയ വിജയം എങ്ങോട്ട് എന്നൊരു ചോദ്യം ഉയരുന്ന ഒരു മണ്ഡലം. വളരെ വേഗത്തിൽ വടക്കാഞ്ചേരി സേവ്യർ ചിറ്റലപ്പള്ളിക്ക് എതിരില്ല. നല്ല ഗംഭീര MLA ആണ്. അനിൽ അക്കരയെ പഠിപ്പിച്ച് വിട്ടതാണ് ആ നാട്ടിലെ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് തോന്നുന്നു 13 മണ്ഡലങ്ങൾ നമ്മൾ കടന്നുപോയില്ലേ? തൃശ്ശൂരിന്റെ സമഗ്രമായ വിവരങ്ങളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ സാരംഗ, എങ്ങനെയുണ്ട് തൃശ്ശൂർ ജില്ല? നാളെ വോട്ടെണ്ണുമ്പോൾ എല്ലാവരും രാഷ്ട്രീയം പറയുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നു, തൃശ്ശൂരിൽ എന്ത് സംഭവിക്കും? UDFന് വലിയ പ്രതീക്ഷകളുണ്ടോ? വലിയ അട്ടിമറികൾ സംഭവിക്കാം, കൂടുതൽ സീറ്റുകൾ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാം എന്നൊക്കെ അവർക്ക് ഒരു പ്രതീക്ഷ അവസാനം ഉണ്ടോ? അങ്ങനെ LDFനെ സംബന്ധിച്ച് നമ്പർ ഓഫ് സീറ്റ്സ് ഏറ്റവും കൂടുതൽ LDFന്റെ കയ്യിലാണ്. അതിൽ അവർക്ക് നല്ല കോൺഫിഡൻസും ഉണ്ട്. UDFന് എന്താ സ്ഥിതി? ശരത്ത്, UDFന് അത്രമാത്രം വലിയ പ്രതീക്ഷിക്കാനുള്ള വകയൊന്നുമില്ല എന്നുള്ളതാണ് തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രധാനമായും UDF നോക്കുന്നത് തൃശ്ശൂർ മണ്ഡലം, അതോടൊപ്പം തന്നെ മണലൂർ മണ്ഡലം, ചാലക്കുടി മണ്ഡലം, ഈ 3 മണ്ഡലങ്ങളിലാണ് UDF വലിയ പ്രതീക്ഷ ഈ 2026 തെരഞ്ഞെടുപ്പിൽ വെച്ചു പുലർത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ നേരെ മറിച്ച് നോക്കുമ്പോൾ ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് എക്കാലത്തും ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം വേരുറച്ചു നിന്നിട്ടുള്ള ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം 2016
2016-ലും അതിനുശേഷം നടന്ന 2021-ലെ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് 13 മണ്ഡലങ്ങളിൽ 12 മണ്ഡലങ്ങളും നിലനിർത്താനായി എന്നുള്ളതാണ്. 2021-ൽ ഒരു മണ്ഡലം മാത്രമാണ് ഇടതുപക്ഷത്തിന് നഷ്ടമായത്. അത് ചാലക്കുടി മണ്ഡലമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചാലക്കുടി മണ്ഡലമാണ് അത് നഷ്ടമായത്. ഇത്തവണ ആ ചാലക്കുടി മണ്ഡലം ഉൾപ്പെടെ പിടിച്ചെടുക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളിലുമായിരുന്നു ഇടതുപക്ഷം എന്നുള്ളതാണ്. പൊതുവെ നോക്കുമ്പോൾ UDF-ന് വലിയ രീതിയിലുള്ള മുന്നേറ്റമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. ഈ പറഞ്ഞ 3 മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഉറ്റുനോക്കലുകൾ ഉണ്ടാകുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത്. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ത്രികോണ മത്സരം തന്നെ അവിടെ അരങ്ങേറുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത് രാജൻ പല്ലനാണ്. അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത് പത്മജ വേണുഗോപാലാണ്. എന്നാൽ ഇവർക്കൊപ്പം വലിയ രീതിയിൽ ശക്തമായിട്ടുള്ള അതെ, ഈ 3 സ്ഥാനാർത്ഥികൾ പോരാട്ടം കാഴ്ചവെക്കാനായിട്ട് ഓക്കെ. അപ്പം ജില്ലയിലെ മണ്ഡലങ്ങളുടെ ഒരു അവസ്ഥ എന്താണ് എന്ന് സാരംഗ് കൃത്യമായി പറഞ്ഞു വെച്ചു. ശക്തമായ ത്രികോണ മത്സരം. സാരംഗ് പറഞ്ഞ 3 മണ്ഡലങ്ങൾ കറക്റ്റാണ്. തൃശ്ശൂരും മണലൂരും അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ മൂന്നാമത്തെ മണ്ഡലം ഏതായിരുന്നു ഞാൻ വിട്ടു. ചാലക്കുടി ചാലക്കുടി UDF-ൽ നിന്ന് അത് തിരിച്ചുപിടിക്കാൻ കഴിയും വിധത്തിൽ ഒരു നല്ല മത്സരം അവിടെ എന്നുള്ളത് ഒരു ഭാഗം. മാത്രമല്ല കഴിഞ്ഞ തവണ 1000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ. മണലൂരിൽ നടക്കുന്നു, ചാലക്കുടിയിൽ നടക്കുന്നു, അതുപോലെ തന്നെ തൃശ്ശൂരിൽ ശക്തമായ ത്രികോണ മത്സരവും അരങ്ങേറുന്നു എന്നുള്ളതാണ്. നാളെ അറിയാം ഇതിൽ ഏതൊക്കെയാണ് ഈ പറഞ്ഞതുപോലെയുള്ള മണ്ഡലങ്ങൾ, അവ ഏത് പക്ഷത്ത് നിൽക്കും. പക്ഷേ ബഹുഭൂരിപക്ഷം ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ പാലക്കാട് നോക്കാം, അതുപോലെ കണ്ണൂർ നോക്കാം, തൃശ്ശൂർ നോക്കാം. ഏറ്റവും അധികം നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലകൾ LDF-നോടൊപ്പം നിൽക്കുന്ന ഒരു പൊതു സ്ഥിതിക്ക് മാറ്റം വന്നിട്ടില്ല. അതൊരു വലിയ പ്രധാനപ്പെട്ട സൈനാണ്. പ്രത്യേകിച്ച് എക്സിറ്റ് പോളുകളിൽ ഒരു UDF തരംഗം കാണാനുമില്ല, ഭരണവിരുദ്ധ വികാരവുമില്ല. അങ്ങനത്തെ ഒരു ഘടന, ഒരു അവസ്ഥ നിൽക്കുന്നു. അത് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും ഒടുവിലും നിലനിൽക്കുന്ന ഒരു പൊതു സാഹചര്യം എന്നാണ് ഞാനിതിനകത്ത് ഏറ്റവും ഉറ്റുനോക്കുന്നത്. ഗുരുവായൂരിൽ NK അക്ബറിന്റെ ഭൂരിപക്ഷം കൂടുമോ എന്നതാണ് എന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചോദ്യം. നിശ്ചയമായും അത് വളരെ പ്രധാനപ്പെട്ട തന്നെ. കാരണം അതിന്റെ ഒരു വലിയ സംഭാവന ഗോപാലകൃഷ്ണൻ്റെതാണ്. ഉറപ്പായിട്ടുമുണ്ട്. കാരണം ഞാൻ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഗുരുവായൂരിലെ മനുഷ്യർ ഒരു കാരണവശാലും സമ്മതിക്കാത്ത കാര്യം. ഹൈക്കോടതി ഇടപെട്ടിട്ട് പോലും അതിനെയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ ഒരു സ്ഥാനാർത്ഥിയായി ഒരു വർഗീയവാദ നിലപാട്. ഇതാണ് ഗോപാലകൃഷ്ണന്റെ. ശരി.